തിരുമുൻപിലുയരുന്നു ഞങ്ങൾ. വരുമോ യാഗേശ്വരാ, തരുമോ രക്ഷകൻ സൗഭാഗ്യം. അത്ഭുതരായി തീരാം, അർച്ചനയായി തീരാം, സദയം വരുമോ നാഥാ. അത്ഭുതരായി തീരാം, അർച്ചനയായി തീരാം, സദയം വരുമോ നാഥാ. സ്നേഹം നിറഞ്ഞവരെ, നമ്മുടെ പ്രത്യേകമായ എല്ലാ നിയോഗങ്ങളും ഈ വിശ്വസിക്കുന്നവരെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥനാപൂർവ്വം പങ്കുചേരാൻ. വളരെ പ്രത്യേകമായി നമ്മുടെ ഇന്നത്തെ സാഹചര്യത്തെയും പലതരത്തിൽ വേദനിക്കുന്നവരും വിഷമിക്കുന്നവരുമായ എല്ലാവരെയും, രോഗത്തിൽ കഴിയുന്നവരും സാമ്പത്തികമായിട്ടുള്ള പരാധീനതകൾ അനുഭവിക്കുന്നവരും എല്ലാ മനുഷ്യരെയും നമ്മുടെ കൊച്ചു കൊച്ചു നിയോഗങ്ങളെയും പ്രാർത്ഥനകളെയും നമ്മുടെ നൊമ്പരങ്ങളെയും തമ്പുരാന്റെ സന്നിധിയിൽ സമർപ്പിച്ച് ഭക്തിയോടെ വിശുദ്ധിയോടെ ഈ ബലി നമുക്ക് പങ്കുചേരാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഭൂമിയിലെങ്ങും മനത്തിനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. ഭൂമിയിലെങ്ങും മനത്തിനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. ഭൂമിയിലെങ്ങും മനത്തിനു ശാന്തി പ്രത്യാശയുമെന്നേക്കും.
സ്വർഗസ്ഥിതനാം താതാനിൻ നാമം പൂജിതമാകണമേ. നിൻ രാജ്യം വന്നിടണമേ. പരിശുദ്ധൻ നീ പരിശുദ്ധൻ. സ്വർഗസ്ഥിതനാം താതാവിൻ സ്തുതിതന്നെ സ്തുതമഹിമാ. ഭൂസ്വർഗങ്ങൾ നിറഞ്ഞു സദാ പാവനമായി വിളങ്ങുന്നു. വാനവവൃന്ദങ്ങൾ ഉദ്ഘോഷിപ്പൂ സാമോദം. പരിശുദ്ധൻ നീ എന്നെന്നും. പരിശുദ്ധൻ നീ പരിശുദ്ധൻ. സ്വർഗസ്ഥിതനാം താതാവിൻ നാമം പൂജിതമാകണമേ. നിൻ രാജ്യം വന്നിടണമേ. നിൻ ഹിതമിവിടെ ഭവിക്കണമേ. സ്വർഗത്തെന്നതുപോലുലകിൽ നിൻ ചിത്തം നിറവേറണമേ. ആവശ്യകമാം ആഹാരം ഞങ്ങൾക്കിന്നരുളീടണമേ. ഞങ്ങൾ കടങ്ങൾ പുറത്തതുപോ ഞങ്ങൾക്കുള്ള കടം സകലം. പാപത്തിൻ കടബാധ്യതയും അങ്ങു കനിഞ്ഞു പൊറുക്കണമേ. ഞങ്ങൾ പരീക്ഷയിലൊരു നാളും ഉൾപ്പെടുവാൻ ഇടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നെന്നും ഞങ്ങളെ രക്ഷിച്ചരുളണമേ. എന്തെന്നാലും നാളേക്കും രാജ്യം ശക്തി മഹത്വങ്ങൾ താവകമല്ലോ കർത്താവേ. ആമേൻ ആമേൻ എന്നേക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മനുഷ്യവംശത്തിന്റെ നവീകരണത്തിന് വേണ്ടി അങ്ങയുടെ പ്രിയപുത്രൻ നൽകിയ ദിവരഹസ്യങ്ങൾ പ്രത്യാശയോടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ആത്മശരീരങ്ങളെ പൗത്രീകരിക്കുന്ന ഈ പരിഹാരവിധി ഞങ്ങൾ ശുദ്ധിയോടെ പരികർമ്മം ചെയ്യുവാൻ അങ്ങയുടെ തിരുക്കുമാരന്റെ ഉദ്ധാനത്തെ നിരന്തരം പ്രകീർത്തിക്കുവാനും ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിന്റെയും നാഥ എന്നേക്കും. ആമേൻ. കർത്താവേ രാജാവേ, പാടും നിൻ പുകഴെന്നും ഞാൻ. സകലേശാൻ തിരുനാമം വാഴ്ത്തിയിടും ഞാൻ അനവരതം. കർത്താവേ സ്തുതി പാടും. അനുദിനമേ വാഴ്ത്തും ഞാൻ. നാഥൻ മഹിമനിറഞ്ഞവനും പാരൻ സ്തുത്യനുമെന്നെന്നും പരമജന്മനാഥാനും മഹിമയ്ക്കറിവോ ഞാൻ. തലമുറ തലമുറയോടെങ്ങും തകർന്നങ്ങൾ സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേയുടെ സ്നേഹത്തിന്റെ പരിപാടി ഞങ്ങൾ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനത്തിന്റെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ വർത്തമാനം സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗ
സൗഭാഗ്യങ്ങളും നന്മകൾ നിറഞ്ഞു മുടിച്ചൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങില്ലാത്ത സൃഷ്ടാവാകുന്നു, സകലത്തിന്റെയും നാഥ എന്നേക്കും. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എന്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർത്തുന്നവരും ആത്മാക്കളെ രക്ഷിക്കുന്നവരും ജീവനനിധി പരിപാലിക്കുന്നവരുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതി, കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധരും സ്തുതിരകരും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യാൻ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. എന്റെ സഹോദരരെ, നിങ്ങളിരുന്ന് ശ്രദ്ധയോടെ കേൾക്കുവിൻ. യേശയ്യയുടെ പുസ്തകത്തിലുള്ള വായന 49-ാം അധ്യായം 13 മുതൽ 23 വരെ തിരുവചനങ്ങൾ. ഗുരുവാശ്രയിക്കണമേ. ആകാശമേ, ആനന്ദഗാനം ആലപിക്കുക. ഭൂമിയെ ആർത്തു വിളിക്കുക. മലകളെ ആർത്തു പാടുക. കർത്താവ് തന്റെ ജനത്തെ ആശ്വസിപ്പിച്ചിരിക്കുന്നു. ദുരിതമനുഭവിക്കുന്ന തന്റെ ജനത്തോട് അവിടുന്ന് കരുണ കാണിക്കും. എന്നാൽ സിയോൻ പറഞ്ഞു, കർത്താവ് എന്നെ ഉപേക്ഷിച്ചു, എൻ്റെ കർത്താവ് എന്നെ മറന്നു കളഞ്ഞു. മുലകുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാകുമോ? പുത്രനോട് പെറ്റമ്മ കരുണ കാണിക്കാതിരിക്കുമോ? അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. ഇതാ, നിന്നെ ഞാൻ എൻ്റെ ഉള്ളം കൈയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. നിന്റെ മതിലുകൾ എപ്പോഴും എൻ്റെ മുൻപിലുണ്ട്. നിന്റെ നിർമ്മാതാക്കൾ നിന്നെ നശിപ്പിച്ചവരെക്കാൾ വേഗമുള്ളവരാണ്. നിന്നെ വിജനമാക്കിയവർ നിന്നിൽ നിന്ന് അകന്നു പോയിരിക്കുന്നു. ചുറ്റും നോക്കുക, അവർ ഒന്നു ചേർന്ന് നിന്റെ അടുക്കൽ വരുന്നു. കർത്താവായി ഞാൻ ശപഥം ചെയ്യുന്നു, നീ അവരെ ആഭരണമായി അണിയും. വധുവിനെ പോലെ നീ അവരെ നിന്നോട് ചേർക്കും. നിന്റെ പാഴ്നിലങ്ങളും വിജനദേശങ്ങളും കൊള്ളയടിക്കപ്പെട്ട സ്ഥലങ്ങളും അധിവാസത്തിന് തികയുകയില്ല. നിന്നെ വിഴുങ്ങിയവർ അകന്നു പോകും. സന്താനങ്ങൾ നഷ്ടപ്പെട്ടെന്ന് ഓർത്ത് ദുഃഖിക്കുന്ന നിന്നോട് അവർ തിരിച്ചു വന്ന് പറയും,
ഈ സ്ഥലം എനിക്ക് പോരാ, എനിക്ക് വസിക്കാൻ ഇടം തരിക. അപ്പോൾ നീ ഹൃദയത്തിൽ പറയും, വന്ധ്യയും പുത്രഹീനയും പ്രവാസിനിയും പരിത്യക്തയുമായിരുന്ന എനിക്ക് ഇവർ എങ്ങനെ ജനിച്ചു? ആര് ഇവരെ വളർത്തി? ഞാൻ ഏകാഗ്നിയായിരുന്നിട്ടും ഇവർ എവിടെ നിന്ന് വന്നു? ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ജനതകൾക്ക് നേരെ ഞാൻ കരമുയർത്തുകയും അവർക്ക് അടയാളം കൊടുക്കുകയും ചെയ്യും. അവർ നിന്റെ പുത്രന്മാരെ മാറിലണച്ചും പുത്രിമാരെ തോളിലേറ്റിയും കൊണ്ടുവരും. രാജാക്കന്മാർ നിന്റെ വളർത്തുപിതാക്കന്മാരും രാജ്ഞിമാർ വളർത്തമ്മമാരും ആയിരിക്കും. അവർ നിന്നെ സാഷ്ടാംഗം വണങ്ങുകയും നിന്റെ കാലിലെ പൊടി നക്കുകയും ചെയ്യും. ഞാനാണ് കർത്താവ് എന്നപ്പോൾ നീ അറിയും. എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ ലജ്ജിതരാകുകയില്ല. ദൈവമായ കർത്താവിന് സ്തുതി. ദൈവമഹത്വത്തെ പാടുന്നു. ദിവ്യാത്മാവിൻ കീഴിലാൽ ഹല്ലേലൂയ കീഴിലാൽ കർത്താവിൻ തിരുദിവസത്തിൽ നിർമ്മലമാം ദുസ്മരണം ഉണ്ടാകാം ഇന്നീ വേദിയിൽ. കരുതല്ലോ വാനവിധാനങ്ങൾ ഉദ്ഘോഷിക്കുന്നു. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ കർത്താവിൻ തിരുദിവസത്തിൽ നിർമ്മലമാം അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികളിൽ. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ കർത്താവിൻ തിരുദിവസത്തിൽ നിർമ്മലമാം അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികളിൽ. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ കർത്താവിൻ തിരുദിവസത്തിൽ നിർമ്മലമാം അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികളിൽ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ജീവനായതും ദൈവികവുമായ നിങ്ങളുടെ മധ്യസ്ഥം ശ്രമിക്കുന്നതിന് ഗ്രഹിക്കുന്നു. ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരണത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. സഹോദരരെ, വിശുദ്ധ പൗലോസ് ശ്ലീഹ എഫെസോസിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം അധ്യായം 2 1 മുതൽ 7 വരെയുള്ള ഗ്രഹിക്കട്ടെ. നിങ്ങളുടെ അപരാധങ്ങളാലും പാപങ്ങളാലും നിങ്ങൾ മൃതരായിരിക്കെ ഇവയിൽ അനുസരണക്കേടിന്റെ മക്കളിൽ പ്രവർത്തിക്കുന്ന അരൂപിയായ അന്തരീക്ഷശക്തിയുടെ അധീശനെ അനുസരിച്ച് ഈ ലോകത്തിന്റെ ഗതി അനുസരിച്ച് നിങ്ങൾ ഒരിക്കൽ ചരിച്ചു. ജഡത്തിന്റെയും ഭാവനകളുടെയും ഇംഗിതങ്ങൾക്ക് വഴങ്ങി വ്യാപരിച്ച് അവരോടൊപ്പം നാം എല്ലാം ഒരിക്കൽ ജീവിച്ചിട്ടുണ്ട്. നമ്മൾ ജഡമോഹങ്ങളിൽ മറ്റുള്ളവരെ പോലെ സ്വാഭാവികമായി ക്രോധത്തിന്റെ മക്കളായി. എന്നാൽ കരുണാസമ്പന്നനായ ദൈവം നമ്മെ സ്നേഹിച്ച അവിടുത്തെ വലിയ സ്നേഹത്താൽ അപരാധങ്ങൾ മൂലം നമ്മൾ മരിച്ചവരായിരിക്കെ മിശിഹായോടുകൂടെ നമ്മെ ജീവിപ്പിച്ചു. കൃപയാലാണ് നിങ്ങൾ രക്ഷിതരായത്. ഈ മിശിഹായോടുകൂടെ ഉയർപ്പിച്ച് നമ്മെ സ്വർഗത്തിൽ ഒപ്പമിരുത്തി. അവിടുന്ന് ഈ മിശിഹായിൽ നമ്മോട് കാട്ടിയ ദയയിലെ അപരിമേയമായ കൃപാസമൃദ്ധി വരാനിരിക്കുന്ന കാലങ്ങളിൽ വ്യക്തമാക്കാനാണിത്. സ്തുതി. ഇരുളെല്ലാം നീക്കി
സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവിശ്വസിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അധ്യായം 16 മുതലുള്ള തിരുവചനങ്ങൾ. അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണുകയില്ല, വീണ്ടും അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണും. അപ്പോൾ അവൻ്റെ ശിഷ്യന്മാരെ ചിലർ പരസ്പരം പറഞ്ഞു, അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണുകയില്ല, വീണ്ടും അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണുമെന്നും ഞാൻ പിതാവിൻ്റെ അടുത്തേക്ക് പോകുന്നുവെന്നും അവൻ നമ്മോട് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? അവൻ തുടർന്നു, അല്പസമയം എന്നതുകൊണ്ട് അവൻ എന്താണ് അർത്ഥമാക്കുന്നത്? അവൻ പറയുന്നത് എന്താണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഇക്കാര്യം അവർ തന്നോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് മനസ്സിലാക്കി ഈശോ പറഞ്ഞു, അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണുകയില്ല, വീണ്ടും അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണും എന്ന് ഞാൻ പറഞ്ഞതിനെപ്പറ്റി നിങ്ങൾ പരസ്പരം ചോദിക്കുന്നു. സത്യസത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ കരയുകയും വിലപിക്കുകയും ചെയ്യും, എന്നാൽ ലോകം സന്തോഷിക്കും. നിങ്ങൾ ദുഃഖിതരാകും, എന്നാൽ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും. സ്ത്രീക്ക് പ്രസവവേദന ആരംഭിക്കുമ്പോൾ അവളുടെ സമയം വന്നതുകൊണ്ട് അവൾക്ക് ദുഃഖമുണ്ടാകുന്നു. എന്നാൽ ശിശുവിനെ പ്രസവിച്ചു കഴിയുമ്പോൾ ഒരു മനുഷ്യൻ ലോകത്തിൽ ജനിച്ചതുകൊണ്ടുള്ള സന്തോഷ നിമിത്തം ആ വേദന പിന്നീട് ഒരിക്കലും അവൾ ഓർമ്മിക്കുന്നില്ല. അതുപോലെ ഇപ്പോൾ നിങ്ങളും ദുഃഖിതരാണ്, എന്നാൽ ഞാൻ വീണ്ടും നിങ്ങളെ കാണും, അപ്പോൾ നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും. നിങ്ങളുടെ ആ സന്തോഷം ആരും നിങ്ങളിൽ നിന്ന് എടുത്തു കളയുകയുമില്ല. അന്ന് നിങ്ങൾ എന്നോടൊന്നും ചോദിക്കുകയില്ല. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നതെന്തും അവിടുന്ന് നിങ്ങൾക്ക് നൽകും. ഇതുവരെ നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നും തന്നെ ചോദിച്ചിട്ടില്ല. ചോദിക്കുവാൻ നിങ്ങൾക്ക് ലഭിക്കും, അതുമൂലം നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാവുകയും ചെയ്യും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഈശോ മിശിഹായിൽ ഏറെ സ്നേഹിക്കപ്പെടുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സവിശേഷമായ ഒരു സാഹചര്യത്തിലൂടെ നമ്മളൊക്കെ കടന്നു പോവുകയാണ്. രോഗത്തെക്കുറിച്ചുള്ള ഭീതിയും ലോക്ക്ഡൗണിൻ്റെ വീർപ്പുമുട്ടലുമൊക്കെ നമ്മളെ അസ്വസ്ഥരാക്കുന്നു. നമ്മുടെ സാഹചര്യത്തിന് ഉതകുന്ന വിധം ക്രിസ്തു ഇന്ന് നമ്മളോട് സംസാരിക്കുകയാണ്. നിങ്ങളുടെ ദുഃഖങ്ങളൊക്കെ സന്തോഷമായിട്ട് പരിണമിക്കുന്ന ഒരു കാലം വിദൂരമല്ല. പലതരത്തിലുള്ള ദുഃഖങ്ങൾ നമുക്കുണ്ട്. നഴ്സിംഗ് ഒക്കെ പഠിച്ച് വിദേശത്ത് ജോലിക്ക് വേണ്ടി ആഗ്രഹിച്ചിരുന്ന ഒരുപാട് വ്യക്തികളുണ്ട്. ജോലി കിട്ടുമ്പോൾ ഒത്തിരിയേറെ സന്തോഷത്തോടെ ജോലിക്കായി പോവുകയും ഒരുപക്ഷെ ഇപ്പോൾ കുടുംബക്കാരെയും വീട്ടുകാരെയും ഒന്നും കാണാത്ത നൈരാശ്യത്തിലും വിഷമത്തിലും കഴിയുന്നവരുണ്ട്. പ്രിയപ്പെട്ടവരിൽ നിന്ന് അകന്നു നിൽക്കുന്നതിൻ്റെ വേദന അവർക്ക് നന്നായിട്ട് അറിയാം. അതല്ലെങ്കിൽ കടമെടുത്തും പലതരത്തിൽ സമാഹരിച്ചും നല്ലൊരു വീടുണ്ടാക്കി. ഒരുപക്ഷെ ഈ ഉണ്ടാക്കിയ വീട്ടിൽ കയറിക്കൂടുമ്പോഴും വലിയ പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഒക്കെ ആയിരിക്കും. പക്ഷെ ജോലിക്കൊന്നും പോകാൻ പറ്റുന്നില്ല, സാമ്പത്തികമായിട്ടുള്ള ബാധ്യതകളുണ്ട്, വീടിൻ്റെ കടമടയ്ക്കണം, ആരുടെ മുന്നിലും അഭിമാനമുള്ളത് കൊണ്ട് കൈനീട്ടാൻ പറ്റുന്നില്ല. ഇങ്ങനെ വിഷമിക്കുന്നവരുണ്ട്. പലതരത്തിലുള്ള വ്യവസായ സംരംഭങ്ങൾ ആരംഭിച്ച് പ്രതീക്ഷയോടെ ആരംഭിച്ചവരുണ്ട്. അവരും ഒന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഈ പറഞ്ഞതും പറയാത്തതുമായ ഒരുപാട് വേദനകളിലൂടെയും ദുരിതങ്ങളിലൂടെയും കടന്നു പോകുന്നവരാണ് നമ്മളൊക്കെ. പലതരത്തിലുള്ള നൊമ്പരങ്ങൾ ഇന്ന് നമ്മൾ അനുഭവിക്കുന്നു. പക്ഷേ ഇന്നത്തെ സുവിശേഷം വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറണം. ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ തന്റെ ശിഷ്യന്മാരോട് നടത്തുന്ന ഒരു വിടവാങ്ങൽ പ്രസംഗമായിട്ട് നമുക്കിതിനെ കാണാൻ പറ്റും. ഈശോയുടെ വാക്കുകളൊക്കെ ശിഷ്യരുടെ സ്വപ്നത്തിനും പ്രതീക്ഷകൾക്കുമൊക്കെ കനത്ത ആഘാതമേൽപ്പിക്കുന്നുണ്ട്. കാരണം തന്നെ അനുഗമിക്കുന്നവർക്ക് ലഭിക്കുന്ന പീഡാസഹനങ്ങളെ കുറിച്ചാണ് ക്രിസ്തു അവരോട് സംസാരിക്കുന്നത്. ക്രിസ്തു പറയുകയാണ്, ഞാൻ പോകുന്നത് നല്ലതാണെന്നാണ്. നമ്മുടെ സാന്നിധ്യം മറ്റുള്ളവർക്ക് സന്തോഷപ്രദമാണ്. പക്ഷെ ചിലപ്പോഴൊക്കെ നമ്മൾ അകന്നു നിൽക്കുന്നതായിരിക്കാം മറ്റുള്ളവർക്ക് സൗകര്യം.
ഇന്ന് നമ്മളോട് സർക്കാരും സംവിധാനങ്ങളും ഒക്കെ പറയുന്നത് നമ്മൾ എവിടെ ആയിരിക്കുന്നോ അവിടെ തന്നെ നിലകൊള്ളാൻ, പുറത്തേക്ക് ഇറങ്ങരുത്, സമ്പർക്കം പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അതിനർത്ഥം നമ്മിലൂടെ മറ്റൊരാൾക്ക് രോഗം പകരാൻ ഇടവരരുത് എന്നതിന് നമ്മൾ അകന്നിരിക്കുന്നതായിരിക്കാം ഒരുപക്ഷെ മറ്റുള്ളവർക്ക് നന്മയ്ക്ക് ഉപകരിക്കുന്നത്. ഈശോയും തന്റെ ശിഷ്യന്മാരോട് പറയുന്നത്, ഇത്രയും കാലം ഞാൻ നിങ്ങളോടൊപ്പമുണ്ട്, ഞാൻ പോകുന്നത് നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. ചിലപ്പോഴൊക്കെ നമ്മൾ അകന്നു നിൽക്കുന്നത് മറ്റുള്ളവർക്ക് നന്മയ്ക്കായിട്ട് ഉപകരിക്കും. യേശു പറയുന്ന വാക്കുകൾ നിങ്ങളുടെ നന്മയ്ക്കായിട്ടാണ് ഞാൻ പോകുന്നത്. ശിഷ്യന്മാർക്കുണ്ടാകുന്നത് ഒറ്റപ്പെടലിന്റെ ഒരു വേദന. അതുവരെ തങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന ഗുരു ഇനി മുതൽ തങ്ങളോടൊപ്പം ഇല്ല എന്നുള്ള ഒരു ചിന്ത. വിദേശത്ത് ജോലിക്ക് പോകുന്ന അപ്പൻ മകളെ അടുത്ത് വിളിച്ച് ഉപദേശിക്കുകയാണ്. ഞാൻ അടുത്തില്ലെന്ന് കരുതി ഉഴപ്പരുത്, വഴിതെറ്റി പോകരുത്, നന്നായി പഠിക്കണം. അപ്പനിത് പറയുമ്പോൾ മകളുടെ കണ്ണ് നിറയുന്നുണ്ട്. ഒപ്പം അപ്പൻ പറഞ്ഞു കൊടുക്കുകയാണ്, മോളെ, ഞാൻ പോകുന്നത് നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കാനാണ്, നിന്റെ പഠനം നല്ല രീതിയിൽ നടക്കാനാണ്, കുടുംബത്തിനൊരു സ്ഥിര വരുമാനം ഉണ്ടാകാനായിട്ടാണ്. ഇതൊക്കെ മകൾക്ക് മനസ്സിലാകുന്നുണ്ട്. അവൾക്ക് വേണ്ടിയാണ് പിതാവ് പോകുന്നതെന്നും അധ്വാനിക്കുന്നതെന്നും അറിയാമെങ്കിലും അടുത്തുള്ളപ്പോഴുള്ള ഒരു ആത്മബലവും സാന്നിധ്യവും നൽകുന്ന സന്തോഷം അതില്ലല്ലോ എന്നുള്ള ചിന്ത കാരണമാണ് മകളുടെ കണ്ണ് നിറയുന്നത്. യേശുവിന്റെ വാക്കുകൾ ശിഷ്യന്മാരുടെ ചങ്കുലയ്ക്കുന്നതും ഇതുപോലുള്ള ഒരു കാരണത്താലാണ്. അതുവരെ ജീവിതത്തിന്റെ ഭാഗമായിരുന്നവനാണ് ക്രിസ്തു. ഇനി പോകുന്നുവെന്ന് പറയുമ്പോൾ അത് ഉൾക്കൊള്ളാൻ മാത്രം മനസ്സ് വിശാലമായിരുന്നില്ല ശിഷ്യന്മാരുടെ. മാത്രവുമല്ല, വരാനിരിക്കുന്ന പീഡനങ്ങളെക്കുറിച്ചുള്ള ഒരു മുന്നറിയിപ്പ് കൂടി തന്നിട്ടാണ് ക്രിസ്തു കടന്നു പോകുന്നത്. അതോടൊപ്പം തന്നെ ക്രിസ്തു പറയുന്നുണ്ട്, നിങ്ങളുടെ ഹൃദയം ദുഃഖപൂരിതമാണെന്നറിയാം. മനസ്സറിഞ്ഞ് ക്രിസ്തു തന്റെ ശിഷ്യന്മാരെ ആശ്വസിപ്പിക്കുന്നുമുണ്ട്. ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ശിഷ്യന്മാര് വേദനിക്കുന്നത്. കാരണം വരാനിരിക്കുന്ന പീഡനം അതവരെ അസ്വസ്ഥരാക്കുന്നുണ്ട്. രണ്ടാമത്, ഈ പീഡനങ്ങളുടെ കാലത്ത് തങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന ക്രിസ്തു ഇനി മുതൽ ഉണ്ടാവില്ല എന്നൊരു ചിന്ത. വാസ്തവത്തിൽ ഈശോ തന്റെ ശിഷ്യന്മാരെ ഉപേക്ഷിച്ചുകൊണ്ട് പോവുകയല്ല ചെയ്യുന്നത്. വരാനുള്ള പ്രശ്നങ്ങളെക്കുറിച്ചൊരു സൂചനയാണ് അവർ നൽകുന്നത്. അത് കരുതലുണ്ടാകാൻ വേണ്ടിയാണ്. കരുതലില്ലെങ്കിൽ കൈവിട്ടു പോകുന്ന സന്ദർഭങ്ങൾ ഏറെയുണ്ട് നമ്മുടെ ജീവിതത്തിൽ. ഇന്ന് നമ്മളോട് പറയുന്നതും അത് തന്നെയാണ്, ഭീതി വേണ്ട, ജാഗ്രത മതി. ചില മുന്നറിയിപ്പുകൾ കരുതലുള്ളവരായിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ജീവിതത്തിൽ കരുതലില്ലെങ്കിൽ വലിയ വലിയ അപകടങ്ങൾ സംഭവിക്കുമെന്ന് നമുക്കറിയാം. സംവിധാനങ്ങളും സർക്കാരും ഒക്കെ നമ്മളോട് പറയുന്നത് അത് തന്നെയാണ്, കരുതലുണ്ടായിരിക്കണം. ചില മുന്നറിയിപ്പുകൾ അതിനാണ് നൽകുന്നത്. ജാഗ്രതയോടെ വർദ്ധിക്കണം, സാമൂഹിക അകലം പാലിക്കണം. ഇതൊക്കെ കരുതലുണ്ടാകാൻ വേണ്ടിയിട്ട് പറയുന്നത്, ഭീതിപ്പെടുത്താൻ വേണ്ടിയില്ല, ജാഗ്രതയോടെ വർദ്ധിക്കാനായിട്ട്. ഈശോയും തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ ഇത് തന്നെയാണ്, കരുതലോടെ ഇരിക്കാനായിട്ട്. ശിഷ്യന്മാരുടെ ജീവിതപാതയിൽ കല്ലും മുള്ളുമൊക്കെ സ്വാഭാവികമാണെന്ന് യേശുവിനറിയാം. പക്ഷെ അതൊന്നും കണ്ടില്ല എന്ന് നടിച്ചാൽ മാറിപ്പോകുന്ന കാര്യങ്ങളല്ല. പറയാതിരിക്കാമായിരുന്നു. പക്ഷേ വ്യക്തമായ ധാരണയും അവബോധവും തന്റെ ശിഷ്യന്മാർക്ക് ക്രിസ്തു നൽകുന്നുണ്ട്. ശിഷ്യരുടെ പ്രീതിക്ക് വേണ്ടി സത്യം മറച്ചു വയ്ക്കുവാനൊന്നും ക്രിസ്തു തയ്യാറാകുന്നില്ല. അപ്പൊ നമ്മുടെ ഒരു ജീവിതം സന്തോഷകരമായിട്ട് മാറുന്നുണ്ടെങ്കിൽ ആരുടെയൊക്കെയോ ചോരയും നീരുമൊക്കെ എരിയാതെ എവിടെയും സന്തോഷം ഉണ്ടാവുകയില്ല. ഒരു കുടുംബം അഴകുള്ളതായി മാറുന്നുണ്ടെങ്കിൽ ആരുടെയൊക്കെയോ കഷ്ടപ്പാടുകൾ അതിന്റെ പിന്നിലുണ്ട് എന്ന യാഥാർത്ഥ്യം നമ്മളൊന്ന് വിസ്മരിച്ചുകൂടാ. സന്തോഷത്തോടെ കൊയ്യുന്നതിന് മുമ്പ് കഷ്ടപ്പാടോടുകൂടിയ വിതയ്ക്കലും നനയ്ക്കലുമൊക്കെ ഉണ്ട് എന്നുള്ളത് നമുക്ക് മറക്കാതിരിക്കാം. നമ്മുടെ ഒരു ജീവിതത്തെ അനശ്വരമാക്കുന്ന അടയാളങ്ങളാണ് പീഡകളും സഹനങ്ങളും നൊമ്പരങ്ങളുമൊക്കെ. ശിഷ്യന്മാരുടെ ഹൃദയം ദുഃഖപൂരിതമാകുന്നത് ഈശോ അറിയുന്നുണ്ട്, ഹൃദയത്തിന്റെ ഉള്ളറിയുന്നുണ്ട് ക്രിസ്തു. പക്ഷേ ശിഷ്യന്മാർക്കത് മനസ്സിലാവുന്നില്ല. അവരെന്റെ ഹൃദയം നനയുന്നതും ചലിക്കുന്നതുമൊക്കെ കാണാൻ മാത്രം ആഴവും അടുപ്പവും നമുക്കുണ്ടാവണം. ഒരുപക്ഷെ നമ്മളൊക്കെ നിരന്തരമായിട്ട് അനുവർത്തിച്ച ഒരു പല്ലവിയാണ്, സമയമില്ല, ഒന്നിന് നേരമില്ല, ജോലി തിരക്കാണ്. വാസ്തവത്തിൽ പരസ്പരം അറിയാനും മനസ്സിലാക്കാനും സ്നേഹിക്കാനും ദൈവം നൽകിയ ഒരു അവസരമായിട്ട് നമുക്ക് വേണമെങ്കിൽ കരുതാം. കൂടുതൽ അടുത്തറിയാനായിട്ടുള്ള ഒരു സാഹചര്യം ദൈവം തന്നെ നമുക്ക് ഒരുക്കി തന്നിരിക്കുക. ശിഷ്യന്മാരുടെ മനസ്സ് ഈശോ മനസ്സിലാക്കിയതുപോലെ നമുക്കും മറ്റുള്ളവരെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. അത് കുടുംബത്തിലും വ്യക്തിബന്ധങ്ങളിലും സമൂഹ ജീവിതത്തിലുമൊക്കെ.
പലപ്പോഴും കുടുംബങ്ങളിൽ പോലും ജീവിക്കുന്ന അടുത്തിരിക്കുന്നവരുടെ മുഖം വാടുന്നതൊന്നും നമ്മൾ പലപ്പോഴും അറിയുന്നില്ല. അവരിൽ പടർന്നു കയറുന്ന ദുഃഖം നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. അത് കാണാൻ കണ്ണു മാത്രം പോരാ, ആത്മാർത്ഥമായ ഒരു ഹൃദയം കൂടി വേണമെന്ന് ക്രിസ്തു നമ്മളെ പഠിപ്പിക്കുകയാണ്. ദൈവം നമ്മുടെ വേദനകൾ കാണുന്നത് പോലെ മറ്റുള്ളവരുടെ നൊമ്പരങ്ങൾ കാണാനുള്ള മനസ്സ് നമുക്ക് വേണം എന്ന് സുവിശേഷം നമ്മളോട് പറയുകയാണ്. ഇന്നത്തെ സുവിശേഷത്തിന്റെ ഒരു രണ്ടാം ഭാഗം എന്ന് പറയുന്നത് ശിഷ്യന്മാർ പരസ്പരം ചർച്ച ചെയ്യുന്ന ചില കാര്യങ്ങൾ. അവരുടെ മാനസികാവസ്ഥ വളരെ കൃത്യമായിട്ട് ഈശോ മനസ്സിലാക്കുകയാണ്. അവരുടെ സംശയവുമൊക്കെ തിരിച്ചറിഞ്ഞിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ തന്നോട് ചോദിക്കാൻ അവർ ആഗ്രഹിക്കുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഈശോ അവരോട് പറയുക. വാസ്തവത്തിൽ ചോദിക്കാനുള്ള ശിഷ്യരുടെ ആഗ്രഹം ക്രിസ്തു തിരിച്ചറിയുന്നു. പലപ്പോഴും നമുക്കൊക്കെ ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ പല സംശയങ്ങളും കുടികൊള്ളും. പുറമേക്ക് ചോദിക്കാനോ പറയാനോ നമുക്കൊരു വൈമുഖ്യമാണ്. മിക്കവാറും ബന്ധങ്ങളിലൊക്കെയുള്ള വലിയ പ്രശ്നമാണത്. ചോദിക്കാനുള്ള മടി, പറയാനുള്ള മടി. ചോദിക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും ചോദിക്കാനുള്ള മടി നമുക്കൊക്കെയുണ്ട്. വാസ്തവത്തിൽ അടുപ്പമുള്ള ബന്ധങ്ങളിലൊക്കെ ഹൃദയത്തിൻ്റെ ഉള്ളിലുള്ള ആഗ്രഹം വാക്കുകളിലൂടെ പ്രകടമാക്കാനുള്ള സന്നദ്ധത ഉണ്ടാവണം. കാരണം ഈ വാക്കുകളിലൂടെ ഹൃദയത്തെ തന്നെയാണ് പ്രിയപ്പെട്ടവരുടെ മുമ്പിൽ നമ്മൾ അനാവരണം ചെയ്യുന്നത്. അടുപ്പമുള്ള ബന്ധങ്ങളിലൊക്കെ പാലിക്കേണ്ട അടിസ്ഥാന മനോഭാവം ഇത് തന്നെയാണ്. ഉള്ളിലുള്ളത് തുറന്നു പറയാനുള്ള സന്നദ്ധത നമുക്കുണ്ടാവണം. ശിഷ്യന്മാർ പലപ്പോഴും സംസാരിച്ചുകൊണ്ടിരുന്ന അവരുടെ ഇടയിൽ തന്നെ ക്രിസ്തുവിനോട് സംസാരിക്കാൻ പലപ്പോഴും അവർക്ക് പറ്റുന്നില്ല, സംശയങ്ങൾ ചോദിക്കാൻ പറ്റുന്നില്ല. പക്ഷെ ക്രിസ്തു അവരുടെ ഉള്ളറിയുന്നുണ്ടായിരുന്നു. ഹൃദയാഭിലാഷങ്ങൾ എല്ലാം ക്രിസ്തു തിരിച്ചറിഞ്ഞായിരുന്നു. നമ്മുടെ വ്യക്തി ജീവിതത്തിലും നമ്മുടെ ഉള്ളിലുള്ള ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും നൊമ്പരങ്ങളും വേദനകളും ഒക്കെ പ്രിയപ്പെട്ടവരുടെ മുന്നിൽ അവതരിപ്പിക്കാനുള്ള സന്നദ്ധത ഉണ്ടാകുമ്പോൾ മാത്രമാണ് സന്തോഷം പൂർണ്ണമാകുന്നത്. മറയില്ലാതെ കറയില്ലാതെ ജീവിതം വ്യക്തമായിട്ട് പ്രകടിപ്പിക്കുമ്പോഴാണ് സന്തോഷം പൂർണ്ണമാകുന്നത്. അപ്പോഴാണ് ദുഃഖങ്ങളൊക്കെ സങ്കടങ്ങളൊക്കെ സന്തോഷമായിട്ട് മാറുന്നത്. ഐസക് ന്യൂട്ടനെ പറ്റി പറഞ്ഞു കേട്ടിരിക്കുന്നത്, അദ്ദേഹത്തിന്റെ ചെറുപ്പത്തിലെ പിതാവ് മരിച്ചുപോയി. അമ്മ മറ്റൊരു പുരുഷനെ വിവാഹം ചെയ്തു. മരിച്ചുപോയ അപ്പനെ ഓർത്ത്, ഉപേക്ഷിച്ചു പോയ അമ്മയെ ഓർത്ത് ഒരുപാട് ദിനരാത്രങ്ങൾ കരഞ്ഞിട്ടുണ്ട്. പക്ഷേ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ശാസ്ത്രജ്ഞനായിട്ട് അദ്ദേഹം മാറുകയാണ് ചെയ്യുന്നത്. ചരിത്രം പഠിപ്പിക്കുന്നതാണ്. അപ്പൊ നമ്മുടെയൊക്കെ ജീവിതത്തിലെ ദുഃഖങ്ങൾ സന്തോഷങ്ങളായിട്ട് മാറുന്ന സമയം വിദൂരമല്ല എന്ന് പറയപ്പെടുന്നത്. ക്ഷണിക്കപ്പെടാത്ത അതിഥിയായിട്ട് കടന്നു വരുന്ന സഹനങ്ങൾ, പ്രതീക്ഷിച്ചിരിക്കാത്ത നേരത്ത് പെട്ടെന്നുള്ള ഇടിമിന്നൽ പോലെയുള്ള ദുഃഖങ്ങളൊക്കെ നമ്മളെ അസ്വസ്ഥരാക്കാറുണ്ട്. ക്രിസ്തു പറയുകയാണ്, ജീവിത ദുഃഖങ്ങൾ നമ്മളെ തളർത്താനല്ല, കരുത്തുള്ളവരാക്കുക. അതുതന്നെയാണ് ക്രിസ്തുവിന്റെ പാഠം. ജീവിത ദുഃഖങ്ങൾ നമ്മളെ തളർത്താനല്ല, കരുത്തുള്ളവരാക്കാനാണ്. ഇന്നത്തെ പ്രത്യേകമായ ഈ സാഹചര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാം, ഇത് നമ്മളെ തളർത്താനുള്ളതല്ല. കുറച്ചും കൂടി കരുത്തോടെ വ്യക്തിബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കാൻ, കുടുംബങ്ങളെ കുറച്ചും കൂടി ഒന്ന് പുനഃപരിശോധിക്കാൻ, സമൂഹ ജീവിതം കുറച്ചുകൂടി സുതാര്യമാക്കാൻ, സൂക്ഷ്മമാക്കാനൊക്കെയുള്ള അവസരമായിട്ട് നമുക്കിതിനെ പ്രത്യേകമായി വിനിയോഗിക്കാം. ഇന്നത്തെ വിശുദ്ധ ബലിയിൽ നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി, വ്യക്തിബന്ധങ്ങൾ നന്നാവാനായിട്ട്, വളരെ പ്രത്യേകമായ ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാ വ്യക്തികളെയും, ഒരുപക്ഷെ നമ്മുടെ കുടുംബങ്ങളിൽ നിന്നുള്ളവരുണ്ടാകും, പലതരത്തിലുള്ള സന്നദ്ധ സംഘടനകളിൽ അംഗങ്ങളായിട്ടുള്ളവരുണ്ടാവാം. അവരെയൊക്കെ പ്രത്യേകം ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടെ നിന്ന് കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമെന്ന് അപേക്ഷിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. വഴിയും സത്യവും ജീവനുമായ മിശിഹായെ, നിന്റെ പുനരുദ്ധാനത്തിൽ ആനന്ദിക്കുന്ന ഞങ്ങളെ അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്കും അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്കും മരണത്തിൽ നിന്ന് മരണമില്ലായ്മയിലേക്കും ആനയിക്കണമെന്ന് നിന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പരിഹാസത്തിന്റെ അടയാളമായ കുരിശിന് പുനരുദ്ധാനം വഴി മഹത്വത്തിന്റെ ചിഹ്നമായി ഉയർത്തിയ കർത്താവെ, ഞങ്ങളുടെ ശരീരത്തെ അതിന്റെ ദുരാശയോടുകൂടി കുരിശിൽ തറയ്ക്കുവാനും ആത്മസമർപ്പണത്തിൽ നിത്യജീവൻ കണ്ടെത്തുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ദാരിദ്ര്യത്താലും രോഗത്താലും അറിയുന്നവരും സത്യത്തെ പ്രതി പേടി അനുഭവിക്കുന്നവരും അങ്ങയുടെ മഹത്വപൂർണ്ണമായ ഉദ്ധാനത്തെയും അവർണ്ണനീയമായ സ്വർഗഭാഗ്യത്തെയും ഓർത്തുകൊണ്ട് നല്ല ഓട്ടം ഓടുവാനും വിശ്വാസം സംരക്ഷിക്കുവാനും വരം തരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ദിവ്യബലിയിൽ സജീവമായി പങ്കെടുക്കുവാനും ഞങ്ങളുടെ ജീവന്റെയും ഉയർപ്പിന്റെയും കാരണമായ തിരുശരീര രക്തങ്ങൾ യോഗ്യതയോടുകൂടി സ്വീകരിക്കുവാനും
പരസ്പര ചിന്തകൾക്ക് പകരം പരസ്പര സഹോദര വികാരം കൊണ്ടും സർവാധിത്യ പ്രവൃത്തിക്ക് പകരം എളിമയെന്ന പുണ്യം കൊണ്ടും സായുധ വിപ്ലവത്തിന് പകരം സ്നേഹവിപ്ലവം സൃഷ്ടിക്കാനുള്ള തീക്ഷ്ണത കൊണ്ടും ഞങ്ങളെ നിറയ്ക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. മരണത്തെ ജയിച്ചടക്കിയ മിശിഹായെ നിന്റെ സഭയെ സദാ സന്നിഹിതനായി നവജീവൻ കൊണ്ട് അതിനെ നിറയ്ക്കണമേ. നിന്റെ പുനരുദ്ധാനത്തിൽ പങ്കാളികളാകുവാൻ വേണ്ടി നിന്റെ ബലിജീവനത്തിൽ ഞങ്ങളെ സഹകാരികളാക്കണമേ. നിന്റെ സമാധാനവും ശാന്തിയും ഞങ്ങളുടെ സമൂഹത്തിലും കുടുംബങ്ങളിലും മനുഷ്യവർഗം മുഴുവൻ നിരന്തരം വസിക്കുവാനിടയാക്കുകയും ചെയ്യണമേ. സകലത്തിന്റെയും നാഥ എന്നേക്കും. ആമേൻ. കർത്താവെന്നേക്കും
നമ്മുടെ തുണയെന്നും ചെറിയവരെല്ലാം വലിയവരൊപ്പം കാത്തുവസിക്കുന്നു. ഹൃദയകാരത്തിൽ മഹിരോകാരത്തിൽ ശരണം തേടുന്നു. സർവശക്തനും പിതാവുമായ ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും ദൃശ്യവുമായ സർവ്വത്തിനെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവ്വരക്ഷയ്ക്കുള്ള ആദിജാതനും യുഗങ്ങളെല്ലാം മുമ്പ് പിതാവിന് ജനിച്ചവനും എന്നാൽ സത്യപ്പെടാത്തവനും ഏകപിതാവുമായ ഈശോമിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുത്തെ സത്യവും പിതാവിലൂടെ സത്യമാവുന്നു. അവിടുത്തെ വഴിയിൽ പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുത്തെ സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സിലുവായിൽ തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം എഴുന്നേൽക്കുകയും ചെയ്തു. അവിടുത്തെ സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുത്തെ വീണ്ടും വരാനിരിക്കുന്നു. പിതാവിന്റെ പുത്രനിൽ പുറപ്പെടുന്ന സത്യാത്മാവ് ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സ്നേഹികവും സാർവത്രികവുമായ സഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനായി ശരീരത്തിന്റെ ഏൽപ്പും നിത്യായുസ്സും ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രാർക്കീസ്മാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷകൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രീപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മ ആചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹിതര വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടുപോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഈ വഴി നമുക്ക് സഹായത്തിന് രക്ഷയ്ക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. കർത്താവേ, ആശീർവദിക്കണമേ എന്റെ സഹോദരൻ. ഈ കുർബാനയുടെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങളേക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സ്വർഗ്ഗത്തിന്റെയും നാഥനായ ദൈവം തന്റെ ഇഷ്ടം നിറവേറ്റുവാൻ നമ്മെ ശക്തരാകട്ടെ. ഈ കുർബാനയോടെ സ്വീകരിക്കട്ടെ. അങ്ങേക്ക് ഞങ്ങൾക്കും എല്ലാവരോടും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്നതിന് അവിടുന്ന് സംവേദനാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ വിശുദ്ധന്റെ ശരീരരക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളെ ശുശ്രൂഷകരാകുവാൻ ഇവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യതിരകത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവിൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരവോടും നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുവിൻ. ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ ഉദാസീനപ്പെടുന്നു. പുരോഹിതന്റെ മധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടെ ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ.
ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്ത രക്ഷാകരമായ ഈ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ച് കൊടുക്കപ്പെട്ട രാത്രി ഈശോ നിർമ്മലമായ ദൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസ്യമെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിൽ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ ഇവരും ബലഹീനരുമായ ദാസൻ എന്ന തിരുസന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവനെ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപ്പതിച്ചു പോയ ഞങ്ങളെ സമുദ്ധരിക്കുകയും മൃതരായ ഞങ്ങളെ ജീവിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് ശുദ്ധീകരിച്ച് ഞങ്ങളുടെ പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോൾ എപ്പോഴും എന്നേക്കും. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മോടുകൂടെ. കർത്താവേശനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ നിലവരും ഭരണാധികാരിയുമായ റോമേനമാർ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ നിലവര പിതാവുമായ മേജർ ആർച്ച് ബിഷപ്പ്മാർ ജോർജ് ശ്രേഷ്ഠ മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ മാർ ജോർജ് മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ രൂപതാധ്യക്ഷ പിതാവുമായ മാർ ജോസ് മെത്രാന് വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവന് വേണ്ടി പുരോഹിതന്മാർ സമർപ്പിതർ അൽമായ പരീക്ഷിതർ ഭരണകർത്താക്കൾ മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേറെ പിരിഞ്ഞുമെല്ലാം മരിച്ചവർക്ക് വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന സമൂഹത്തിനു വേണ്ടിയും ഇവരുടെ ഓരോരുത്തരെയും വ്യക്തിപരമായ എല്ലാ നിയോഗങ്ങൾക്കും വേണ്ടിയും അയോഗ്യനായ എനിക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നമ്മുടെ വിശുദ്ധവുമായ ദൈവത്തിന്റെ അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്ന ഓർമ്മയാചരണത്തിൽ ദൈവമാതാവായ വിദ്യാമയത്തിന്റെ അങ്ങയുടെ സന്നിധിയിൽ സമൃദ്ധി കണ്ടെത്തി നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെ ഭാവന സ്മരണം അങ്ങയുടെ അവലനീയവും സമൃദ്ധമായ വിലയാൽ സഞ്ചാരമാക്കണമെന്ന് ഞാൻ കർത്താവ് ദൈവമായ വിശുദ്ധാവുന്ന ജീവദായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ ശ്രീകുമാർ രക്തസാക്ഷികൾ വേദപാലകന്മാർ എത്രാന്മാർ പുരോഹിതന്മാർ ശുശ്രൂഷിക്കുന്നവർക്ക് വിശുദ്ധമാകുന്ന ഇസ്രായേലിലെ സജീവവും ജീവദായകമായ പ്രമുദ്രിതരും പരിശുദ്ധ കത്തോലിക്ക സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും ആവശ്യകമായ നൈർമല്യത്തിന്റെയും വിശുദ്ധിയുടെയും മാർഗം വിടുവിച്ചുവെന്നും എല്ലാ മനുഷ്യരുമായിട്ട് കർത്താവ് എളിയവരും ബലഹീനങ്ങളെ സ്ഥിരമായ ദാസരും അങ്ങ് നൽകിയ മാതൃകാ പരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ച് കൂടിയപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്ന ഞങ്ങളുടെ നാഥന രക്ഷകനുമായ ഈശ്വമിശിഹായുടെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉത്ഥാനത്തിന്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായി ആദരവും പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവിൽ നിലവരട്ടെ. നിന്റെ ദാസരുടെയും കൃപാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ
മരിച്ചവരോയിപ്പിനുള്ള വലിയ പ്രത്യാശിക്കുന്നതിന് പ്രീതിപ്പെടുത്തി എല്ലാവരുടെ ഒന്നിച്ച് സ്വർഗരാജ്യത്തിന് നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മകനെയും വിസ്മയാവഹവുമായ രക്ഷാപദ്ധതിയെ കുറിച്ച് അങ്ങേ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ വിശുദ്ധന്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടെ പ്രത്യാശയോടെ കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. സജീവവും പരിശുദ്ധവും ജീവദായകമായ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളെ യോഗ്യരാകുന്നു. ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നെങ്കിലും സ്തുതിരകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് യേശുമിശിഹായ എന്നൊരു നാമത്തിന് സ്തുതിയും നാഥനായ ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകമായ സ്വർഗത്തിൽ നിന്നിറങ്ങിയത് ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാണ്. രക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുതാപാപമോചന രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരരക്തങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയാദരങ്ങളോടെ സമീപിക്കാം. അനുതാപത്തിലുള്ള വളർന്ന ശരണത്തോടെ അപരാധങ്ങളുടെ പിന്തിരിഞ്ഞുകൊണ്ടും പാവങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദരരുടെ തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിന്റെ നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഭിന്നതകളും കലഹങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിലും വിദ്വേഷത്തിൽ നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ. ജീവൻ കാരണമാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും കരുണ ക്ഷമിക്കണമേ. മഹോന്നത ദൈവമായ അങ്ങയെ സ്വർഗ്ഗരാജ്യത്തിൽ സകല വിശുദ്ധരോട് സ്തുതിക്കുവാൻ ഞങ്ങളുടെ അർഹങ്ങളെ പവിത്രീകരിക്കുകയും ചെയ്യണമേ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടും
വിളിച്ച് പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇത് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ഇതോടെ നാം രാജ്യശക്തിയും മഹത്വം എന്നേക്കും ഞങ്ങളുടേതാകുന്നു. ആമേൻ. ശക്തനായ സർവേശ്വര നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും അവന്റെ സൈനികളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗ്ഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രവർത്തിക്കുവിൻ. നിന്നെ തിരിച്ചറിയിക്കുന്നവർ ജീവിക്കുന്നവർ സ്വർഗ്ഗത്തിലെ മാലാഖമാരോടൊന്നിച്ച് ദൈവമായ കർത്താവ് പരിശുദ്ധൻ 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 എന്ന പാട്ട് സ്തുതിച്ചുകൊണ്ട് നിന്നെ ആരാധിക്കുന്നു. നമ്മെ ജീവിക്കുന്ന നമ്മുടെ കർത്താവിശ്വസിതായുടെ കൃപാവരം അവിടുത്തെ കാരണത്താൽ നാം എല്ലാവരും സമ്പൂർണ്ണമാകട്ടെ. ഇപ്പോഴും കർത്താവിനെ ആരാധിക്കുന്ന സഹോദരരെ വരും. അവിടുത്തെ തിരുശരീരവും തിരുരക്തവും സ്വീകരിക്കുവിൻ. ഓരപ്പമായി
ജീവദായകവും ദൈവികമായ രഹസ്യങ്ങളെ സമീപിച്ച് ഇവർ പങ്കുവനെ കരകപ്പെട്ട് നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും പ്രസിദ്ധയും സമർപ്പിക്കാം. അവരുടെ ദാനത്തെ കുറിച്ച് കർത്താവേ അങ്ങേക്ക് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾ സ്വീകരിച്ച ഈ രഹസ്യങ്ങൾ ഉദ്ധാനത്തിന് അച്ചാരമായി ഭവിക്കട്ടെ. മനുഷ്യവംശത്തിനാണ് നൽകിയ മഹത്വതയോർത്ത് സ്വർഗരാജ്യത്ത് സകല നീതിമാന്മാരുടെ കൂടെ നീ സ്തുതിക്കുവാൻ ഇടയാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. മനുഷ്യവംശത്തിന്റെ പ്രത്യാശയായ മിശിഹായേ, ഈ കുർബാന വഴി ഉദ്ധാനത്തിന്റെ രഹസ്യത്തിൽ നീ ഞങ്ങളെ പങ്കുകാരാക്കി. തിരുരക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ ഞങ്ങൾ നിന്റെ അനന്തകാരണത്തിൽ നിന്ന് നന്ദി പ്രകാശിപ്പിക്കുന്നു. ഉന്നതങ്ങളിൽ നിന്നുള്ള ആരാധ്യമായ ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ. സകലത്തിന്റെയും നാഥായ നീക്കും. ഉദ്ധാനത്തിന്റെ മഹത്വത്തിൽ നിന്ന് മനുഷ്യവംശത്തെ മുഴുവൻ ആനന്ദിച്ച സഭയിൽ നിന്നും വാഴ്ത്തപ്പെട്ടവനാകട്ടെ. അവിടുന്ന് സാധാരണ മരണത്തെ പരാജയപ്പെടുത്തുകയും പാപകടങ്ങളിൽ നിന്ന് നമ്മെ മോചിപ്പിക്കുകയും ചെയ്തു. ബുദ്ധിതനായ മിശിഹായുടെ സമാധാനം നമ്മിൽ നിന്ന് വസിക്കട്ടെ. ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് അവിടുന്ന് നമ്മെ നയിക്കട്ടെ. തന്നിൽ വിശ്വസിക്കുന്നവർ മരിച്ചാലും ജീവിക്കുമെന്ന വാഗ്ദാനം അനുസ്മരിച്ച് വിശ്വാസത്തിൽ വളരുവാനും ഉദ്ധാനത്തിന്റെ രഹസ്യത്തിൽ അവരോട് പ്രഘോഷിക്കുവാനും അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ. ലോകം മുഴുവൻ മിശിഹായുടെ ഉദ്ധാനത്താൽ നവജീവൻ പ്രാപിക്കട്ടെ. ജീവദായകമായ ദിവ്യരഹസ്യങ്ങളാൽ സന്തുഷ്ടരാക്കപ്പെട്ട നിങ്ങളെ അവിടുന്ന് നിത്യമഹത്വത്തിലേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്യട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്തുതി. ഞങ്ങൾ കൊറോണ രോഗബാധിതർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. രോഗികളെ സുഖപ്പെടുത്തുകയും ദുഃഖിതരെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്ന കർത്താവേ, കൊറോണ വൈറസ് മൂലം രോഗബാധിതരായി ഞങ്ങളുടെ സഹോദരങ്ങളെ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. അവരെ ശുശ്രൂഷിക്കുന്ന ഡോക്ടർമാർ, ബന്ധുമിത്രാദികൾ എന്നിവരെയെല്ലാം രോഗബാധയിൽ നിന്ന് സംരക്ഷിക്കുകയും കാത്തുകൊള്ളുകയും ചെയ്യണമേ. രോഗികളോട് ശുശ്രൂഷാ മനോഭാവത്തോടെയും ആത്മധൈര്യത്തോടെയും പെരുമാറുവാനുള്ള കൃപ അവർക്ക് നൽകണമേ. കൊറോണ വൈറസിനെ പ്രതിരോധിക്കുവാനുള്ള മാർഗങ്ങൾ കണ്ടെത്തുവാൻ രാഷ്ട്രത്തലവന്മാരെയും ഭരണാധികാരികളെയും ഡോക്ടർമാരെയും അങ്ങ് സഹായിക്കണമേ. മരണത്തിന്റെ നിഴലിൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല എന്ന് ഘോഷിച്ച സങ്കീർത്തകനോട് ചേർന്ന് ഉറച്ച വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങളും അങ്ങയിൽ ആശ്രയിക്കുന്നു. നിനിവേ നിവാസികളെ പോലെ അനുതാപവും പരാശക്തവും വഴി ഞങ്ങൾ മാനസാന്തര വഴികളിലൂടെ അങ്ങേ പക്കലേക്ക് തിരികെ വരുന്നു. ഞങ്ങളുടെ എളിയ പ്രാർത്ഥനകൾ സ്വീകരിച്ച് എല്ലാ വിപത്തുകളിൽ നിന്നും പകർച്ചവ്യാധികളിൽ നിന്നും വിശിഷ്യ കൊറോണ വൈറസ് ബാധയിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങയുടെ അനന്തമായ കാരണത്താൽ സംരക്ഷിക്കണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങളുടെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ ഉൾപ്പെടുത്തരുതേ, ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ പുത്രനും പരിശുദ്ധാത്മാവിനെ സ്തുതി. അതിലെ പോലെ എപ്പോഴും നീക്കുക.